ഞാൻ ഈ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് 2019-20 കാലഘട്ടത്തിലേക്ക് നിങ്ങൾ തിരിച്ചൊന്ന് പോകേണ്ടി വരും. നമുക്കിനി ഫ്രീ ഫയർ എന്ന് പറയുന്ന ഗെയിമിന് വാട്ട് ഹാപ്പൻഡ്, എന്ത് പറ്റി എന്നാണ് നമുക്ക് ഇതിലൂടെ ഒന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നേരെ വീട്ടിലേക്ക് പോകാം. നോർമലി നമ്മളെ കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ പബ്ജിയെക്കാളും ഗെയിം കളിച്ച ഒരു സംഭവമാണ് ഈ ഫ്രീ ഫയർ എന്ന് പറയുന്നത്. ഞാൻ ഇത്രത്തോളം പബ്ജിയെക്കാളും എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ആസ് യൂഷ്വൽ ആ ഒരു ലോ എൻഡ് ഡിവൈസിൽ കളിക്കാൻ പറ്റിയ ആ ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ് ഈ ഒരു ഫ്രീ ഫയറിനെ ഇത്രത്തോളം വളർത്തി വലുതാക്കിയത്. എന്നാൽ വാട്ട് ഹാപ്പൻ ടു ആഫ്റ്റർ ദാറ്റ്, അതായത് കോവിഡ് കഴിഞ്ഞതിന് ശേഷം എന്ത് പറ്റി ആ ഒരു ഫ്രീ ഫയർ എന്ന് പറഞ്ഞ ഗെയിമിന്? ഫ്രീ ഫയർ എന്ന് പറഞ്ഞ ഗെയിം അല്ലെങ്കിൽ ഗരീന എന്ന് പറഞ്ഞ കമ്പനി തന്നെ മെയ്ഡ് ചെയ്തത് ഒരിക്കലും ഒരു പ്രോഫിറ്റ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയല്ല. പക്ഷേ അതിനെ അവർ കൺസിഡർ ചെയ്തത് ഒരു ഫണ്ടിങ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ്. അതായത് ഈ ഗരീന കണ്ടുപിടിച്ച ആരെന്ന് നിങ്ങൾക്ക് അറിയാമോ? അത് ഫോറസ്റ്റർ ലീ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്. ഈ ഒരു ഫോറസ്റ്റർ ലൂയി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഒരിക്കലും ഫ്രീ ഫയറിന് ഒരു എപ്പോഴും നിലനിൽക്കാൻ വേണ്ടി നിർമ്മിച്ച ഒരു ടീം അല്ല. സോ അതേ ഫ്രീ ഫയറിന് ഒരു കണ്ടിരിക്കുന്നത് നമ്മുടെ ലൂസിഫർ സിനിമയെ പോലെ ഫണ്ടിങ്, ആ ഒരു ഫണ്ടിങ്ങിന് വേണ്ടിയാണ് അദ്ദേഹം ഫ്രീ ഫയർ എന്ന ഗെയിം തന്നെ നിർമ്മിക്കുന്നത്. കാരണം 2009 ഗരീന എന്ന് പറയുന്ന ആ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത കമ്പനി പതുക്കെ പതുക്കെ വളരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മെയിൻ ആയിട്ടും അദ്ദേഹം അവിടെ 3 ബിസിനസ് സാമ്രാജ്യമാണ് കെട്ടിപ്പുറത്തി വെച്ചത്. അതിൽ ഒന്ന് ഗരീന ഗെയിമിങ്ങിന് വേണ്ടി, 2 ഷോപ്പി എന്ന് പറയുന്ന സാധനം. ഈ ഷോപ്പി എന്ന് പറയുന്ന സാധനത്തിന് വേണ്ടി മെയിൻ ആയിട്ട് ഫണ്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗരീന എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ, അല്ലെങ്കിൽ ഫ്രീ ഫയർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ അവിടെ കൊണ്ടുവന്നത് ഈ ഒരു ഗരീന എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം വഴി. കാരണം എന്ന് വെച്ചാൽ ഈ ഷോപ്പി എന്ന് പറയുന്ന ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനത്തെ വലിയ വലിയ ഓൺലൈൻ ഷോപ്പിങ്ങിന് അല്ലെങ്കിൽ ഷോപ്പിംഗ് കമ്പനിയെ വെല്ലുവിളിച്ചുകൊണ്ട് അതൊക്കെ ഒരു പരിപാടിയാണ് ഈ ഷോപ്പി എന്ന് പറയുന്നത്. ആസ് യൂഷ്വൽ ഈ ഒരു ഗനീന കമ്പനി അവർ നിർമ്മിച്ചതിന് ശേഷം ഈവൻ നമ്മുടെ വെള്ളം ഒഴുകുന്ന പോലെയാണ് അവർക്ക് ഫണ്ട് ഇറങ്ങി തുടങ്ങിയത്. കാരണം ആ ഒരു ഫണ്ട് വെച്ച് അവർ ഷോപ്പിയെ മെയിനായിട്ട് മാർക്കറ്റിംഗ് ചെയ്യാൻ തുടങ്ങി, കൂടുതൽ ആൾക്കാർക്ക് എത്തിപ്പെടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഏറ്റവും കൂടുതൽ ജോബ് സാധ്യത ഒരുക്കി കൊടുത്തു. അങ്ങനെ പല രീതിയിൽ ഒരു നല്ലൊരു ഡെവലപ്മെന്റ് ഈ ഒരു ഗരീന വഴി ഷോപ്പിയിൽ ആ ഒരു ഫോറസ്റ്റർ, നമുക്ക് ഒരു ചില പേരിട്ട് കാട്ടാളൻ എന്ന് വിളിക്കാം, കാട്ടാളൻ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇവിടെ കൊണ്ടും തീർന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 കാര്യം, അതായത് ഗരീന, ഷോപ്പി. ഇതിന്റെ മൂന്നാമതും ഒരു റീസൺ ഉണ്ട്. അത് എന്ന് പറയുന്ന വീണ്ടും ഒരു ബിസിനസ് സംരംഭം അവർ തുടങ്ങിയിട്ടുണ്ടല്ലോ. സിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ ഫിനാൻഷ്യൽ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ പേയ്മെന്റ്. ഇതല്ല നമ്മുടെ ഗൂഗിൾ പേ, ഫോൺ പേ എന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റിലൂടെ ഇറക്കിയ ഒരു പരിപാടിയായിരുന്നു സി എന്ന് പറയുന്നത്. ഈ 2, അതായത് ഷോപ്പിയും സി എന്ന് പറയുന്ന ഈ 2 കോൺസെപ്റ്റ്, 2 ബിസിനസ്സിലും മെയിൻ ആയിട്ട് ഫണ്ട് ഇറങ്ങിയത് ഗരീന എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഫ്രീ ഫയർ എന്ന് പറയുന്ന കോൺസെപ്റ്റിലൂടെ ഇറങ്ങിയ പ്ലേയേഴ്സിൽ നിന്നും ടോപ്പ് അപ്പ് ചെയ്യുന്നതിനും എല്ലാത്തിനും ആയിരുന്നു മെയിൻ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ തീർന്നില്ല. ഈവൻ ഗരീന എന്ന് പറയുന്ന ആ ഒരു ഗെയിം കമ്പനി ഫ്രീ ഫയർ എന്ന് പറഞ്ഞ ഗെയിം ഇറക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഉറപ്പായിട്ടും കൊടാ ഷോപ്പ് എന്നും പറഞ്ഞൊരു ടോപ്പ് അപ്പ് സൈറ്റ് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ബൂയ എന്ന് പറയുന്ന ഒരു ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലൂടെ ലക്ഷക്കണക്കിന് വരുമാനം ഇദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു. ലക്ഷമൊന്നും പറയുന്നില്ല, കോടികൾ. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടും പോയിട്ട്. പിന്നെ ആസ് യൂഷ്വൽ ജനങ്ങളെ അല്ലെങ്കിൽ പ്ലെയേഴ്സിനെ എന്റർടൈൻമെന്റ് ചെയ്യാവുന്ന ഒരു സ്കീം ഇദ്ദേഹം മറന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഇത്രയും ആളുകൾ കളിക്കാൻ മറന്ന ആ ഒരു ഗെയിമിലോട്ട് ഇന്ന് ഗരീന ഫ്രീ ഫയർ വന്നെത്തിയത്. ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, പിന്നെ എന്തുകൊണ്ട് അദ്ദേഹം നേരത്തെ ആ ഒരു ഫ്രീ ഫയർ എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നു? ആസ് യൂഷ്വൽ ഞാൻ ഇതിന് ഒരു മറുപടി ഞാൻ പറഞ്ഞുതരാം. ഫ്രീ ഫയർ എന്ന് പറയുന്നത് അദ്ദേഹം കൊണ്ടുവരുന്നത് പബ്ജിയും ഫോർച്ചുനേറ്റ് എന്ന് പറയുന്ന ഗെയിമിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ്. നോർമലി ഈ പബ്ജിയും ഫോർച്ചുനേറ്റ് എന്ന ഗെയിം അല്ലെങ്കിൽ ഈ പബ്ജിയുടെ ആ ഒരു ഗെയിമിംഗ് സെന്റർ, ഫോർച്ചുനേറ്റ് ഗെയിമിംഗ് സെന്ററും ആസ് യൂഷ്വൽ ഓരോ വർഷവും പ്ലേ സ്റ്റോറിൽ ഇറങ്ങുന്ന ഒരു ഗെയിം പോലെ ഈ ഫ്രീ ഫയറിന് ജെയിംസ് ആയിട്ട് തള്ളിക്കളയും ചെയ്തു. പക്ഷെ ഇവിടെ നമ്മുടെ ഫോറസ്റ്റർ അണ്ണൻ കുറച്ച് പരിപാടി ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്ന് മെയിൻ ആയിട്ട് ലക്ഷ്യം വെച്ചത് ഏഷ്യയാണ്. ഏഷ്യ കോണ്ടിനെന്റ്, ലാറ്റിൻ അമേരിക്കൻ കോണ്ടിനെന്റ്, ഈ 2 ഏരിയയാണ് ഫോറസ്റ്റർ അണ്ണൻ മെയിൻ ആയിട്ട് ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇവിടെ ഉള്ളവർക്ക് ഫ്ലാഷിക് ഫോൺ കൈകളിലില്ല എന്നുള്ളതാണ്. വലിയ വലിയ ഗെയിമിംഗ് സെറ്റപ്പുകളും ഇല്ല. അതുകൊണ്ട് മാത്രമാണ് അത്ര യൂണിറ്റി എന്ന് പറയുന്ന ഗെയിമുമായിട്ട് അല്ലെങ്കിൽ യൂണിറ്റി എന്ന് പറയുന്ന ഗെയിമിംഗ് കമ്പനിയായിട്ട് കൈകോർത്തുകൊണ്ട് ഫ്രീ ഫയർ ലോഞ്ച് ചെയ്തത്. മെയിൻ കോൺസെപ്റ്റ് മെയിൻ ആയിട്ടും 3D ഫയർ ബട്ടൺ അല്ലെങ്കിൽ 3D ആനിമേഷൻ ചേർന്ന് വന്ന ആ ഒരു ഷൂട്ടിംഗ് ഗെയിം, അത് ഒന്നാമത്തെ റീസൺ. രണ്ടെന്ന് പറയുന്നത് മാക്സിമം MB കുറച്ച് ഇറക്കുക എന്നുള്ളതാണ്. നോർമലി ഒരു സാധാ നമ്മൾ അന്നത്തെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഏകദേശം 10 to 15,000 ഏതെങ്കിലും ഫോൺ ആയിരിക്കും. ഈവൻ റെഡ്മി, അതുപോലെ തന്നെ നമ്മുടെ ഓപ്പോ, വിവോ, അതാണല്ലോ അന്നത്തെ മെയിൻ. ആ ഫോണിൽ മാക്സിമം സ്മൂത്ത് ആയിട്ട് കളിക്കാൻ പറ്റുന്ന രീതിയിൽ ഇറക്കണം. അതാണ് ഫ്രീ ഫയർ ഫസ്റ്റ്
ആ ഒരു മാക്സിമം MB കുറച്ചിറക്കിയിട്ടുണ്ടായിരുന്നത്. ഇത്രയും കോൺസെപ്റ്റ് വന്നപ്പോൾ തന്നെ ഇത് പിള്ളേർക്കിടയിലും അതേപോലെ തന്നെ അത്യാവശ്യം ഒരു കൗമാരക്കാർക്കിടയിൽ ഒരു ഓളം സൃഷ്ടിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. കാരണം ആ ഒരു സമയത്ത് ഇറങ്ങുന്ന ഫോണിൽ ഇത് കളിക്കാൻ പറ്റുന്നുണ്ട്. പബ്ജി ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാത്തവന്മാർക്ക് പബ്ജി ലൈറ്റ് എന്നും പറഞ്ഞ് ഗെയിം കളിക്കുന്ന പേരെ എനിക്കറിയാവുന്നതായിരുന്നു ആ ഒരു സമയത്ത്. ഇതാണ് മെയിൻ ആയിട്ടും ഈ ഫ്രീ ഫയർ ഇത്രത്തോളം ഒരു ഹൈപ്പ് കൊടുത്ത് കയറിയത്. പിന്നെ നമ്മൾ തിരിച്ചറിയാതെ പോയ വേറെ പരിപാടിയുണ്ട്. ഇതിന്റെ ഗെയിമിംഗ് ടൈമിംഗ്, അതായത് ഒരു ഫൈറ്റ് അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ക്വാഡ് കളിക്കാൻ പോകുമ്പോഴേ ഒരു മെയിൻ ആയിട്ടും മാക്സിമം കളി 10 മിനിറ്റിൽ പിടിച്ചു നിർത്തി എന്നുള്ളതാണ്. അതിൽ കൂടുതൽ പോകില്ല. അതിലും ലക്ഷ്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ റീസൺ ഇപ്പൊ ആളുകൾ ബെസ്റ്റ് ചെയ്യുന്ന ഗെയിം കളിക്കും, അല്ലെങ്കിൽ ഇന്റർവെൽ സമയത്ത് ഫുഡ് കഴിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ഓഫീസിൽ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ സമയത്തോ മെയിൻ ആയിട്ട് ഇവർ ഗെയിം കളിക്കും. അപ്പം 10 മിനിറ്റിനല്ലേ ഉള്ളത്. അപ്പോൾ ഒരു ഗെയിം കളിക്കാം എന്നൊരു ആ ഒരു സ്കീമിലും ഈ ഫോറസ്റ്റ് റണ്ണും ഈ ഗെയിം കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത്. എല്ലാം കൂടെ കൊണ്ട് നോക്കിയാലും അദ്ദേഹം വേൾഡിൽ ആരും അറിയാതെ പോയ അൺഹിഡൻ അല്ലെങ്കിൽ ഹിഡൻ ജെമ്മായിട്ടുള്ള ഒരു ബില്യനർ തന്നെയായിരുന്നു ആ ഒരു സമയത്ത്. ഈ ഒരു സമയത്തും സ്റ്റിൽ ഇപ്പോഴും ഗോയിങ് തന്നെയാണ് ഉള്ള ഫോറസ്റ്റ് ലീഗ് എന്ന് പറയുന്നത്. പക്ഷെ എന്തെങ്കിലുമൊക്കെ ആയി തീരണമെന്ന ഉള്ളിൽ അദ്ദേഹത്തിന് നല്ല രീതിയിൽ ലക്ഷ്യം ഉണ്ടായിരുന്നു. അത് തന്നെയാണ് അദ്ദേഹത്തിന് ഈ ഒരു നിലയിലോട്ട് കൊണ്ടെത്തിച്ചെന്നുള്ളതാണ്. സോ എന്തായിരുന്നാലും നിങ്ങൾ ഇപ്പോഴും ഫ്രീ ഫയർ കളിക്കൂല, ജസ്റ്റ് കമ്മലിലൂടെ അറിയിക്കുക. സോ എന്തായിരുന്നാലും ഞാൻ ഫ്രീ ഫയർ ഇപ്പോഴും കളിക്കും. ടോപ്പും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും കളിക്കും. അത് ഒറ്റയ്ക്കാണെങ്കിൽ പോലും കളിക്കും, അത്രേ ഉള്ളൂ. സോ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ട് റീസൺ ഈ ഒരു ഫ്രീ ഫയർ 2025 ആളുകൾ മടുത്തു തുടങ്ങാനുള്ളത്. ഈവൻ മെയിൻ ലക്ഷ്യം അവർ ഫണ്ടിങ് ആണെന്ന് പറയുമെങ്കിലും അവര് ഗെയിമിനെ തന്നെ വെറുപ്പിക്കാൻ തുടങ്ങിയത് അതുകൊണ്ടാണ്. ആ ഒരു മെയിൻ കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പൊ ചുമ്മാ ഇരുന്ന് ഓരോരുത്തന്മാരെ പറയാം അവന്മാർക്ക് പൈസ മതി പൈസ മതി പൈസ മതി പൈസ മതി പൈസ മതി ആയതുകൊണ്ടാണ് അവർ ഇങ്ങനെ സെറ്റപ്പ് ചെയ്ത് വെച്ചത്. സോ എന്തായിരുന്നാലും ഇതിനെ പറ്റിയുള്ള നിങ്ങളെ ജസ്റ്റ് കമന്റിലൂടെ അറിയിക്കുക. സോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് കൂടെ കൂടാനും, അത് മാത്രമല്ല നമുക്ക് പലതരത്തിലുള്ള ഹൈപ്പിലോട്ട് പോകാനും നിങ്ങളെ കൂടെ വേണം. സോ എന്തായാലും നല്ല അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ഫ്രം ആശി.